ഇങ്ങനെ ചവിട്ടി കയറുന്ന സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലേ? സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട്. ഇത് ഓപ്പണും ക്ലോസും. ഇത് മുകളിലോട്ട് പൊക്കാനും താക്കാനും. അതില് ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഈ ബൂം മുമ്പോട്ട് പോകും, താഴോട്ട് വരും. നമ്മൾ ഈ വണ്ടി കുത്തി പൊങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചരിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ കറക്റ്റ് നിർത്തിയ പിന്നെ ചെയ്യാവൂ. വണ്ടി തറയായിട്ട് ടച്ച് ചെയ്ത് വണ്ടി വർക്ക് ചെയ്യുക. ഹായ് ഗൈസ്, നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ബോബ് ക്യാറ്റ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ബോബ് ക്യാറ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ആണ് ബോബ് ക്യാറ്റിൻ്റെ ഓപ്പറേറ്റർ, പേര് ഷംനാദ്. ഓക്കെ ജസ്റ്റ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഒന്ന് പറയാം, എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ. ബോബ് ക്യാറ്റിൻ്റെ കമ്പനിയാണ് വണ്ടി. പിന്നെ ഇത് AC വരുന്ന ക്യാബിനാണ്? AC ക്യാബിൻ. ഓ ശരി. AC ഇല്ലാത്തതുകൊണ്ട് AC ഉള്ള വണ്ടിയുണ്ട്. ഓക്കെ. പിന്നെ ഓപ്പറേറ്ററൊക്കെ നല്ല കംഫോർട്ടാണ്. വണ്ടി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നല്ല വണ്ടിയിലെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇപ്പം 2019 വണ്ടിയാണ്. 19 വണ്ടിയാണ്. ഓക്കെ. എന്തോ വില വരും ഇതിനൊക്കെ? ഇത് ഒരു 38-അടുത്തങ്ങാണ്ടൊക്കെ റേറ്റ് ഉണ്ട്. ഓ, ഇത് അമേരിക്കൻ്റെ കമ്പനി ശരി. മാനുഫാക്ചറിങ്. പിന്നെ ഇതിൻ്റെ സർവീസ് എല്ലാം നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ഇതുണ്ട്. ഇതേപോലെ ലോറി കൊണ്ടുപോയി? ഇല്ല, അവര് സൈറ്റ് വന്ന് ചെയ്യാണ്. എന്ത് പണിയുണ്ടെങ്കിലും ഒരു സൈറ്റ് വന്ന് ചെയ്യും. ഓക്കെ. പിന്നെ അത് വെക്കൂലെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് ആണെങ്കിൽ നമുക്ക് വിളിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പുറത്ത് സർവീസ് ചെയ്യാം. സോ ഗൈസ്, നമുക്ക് ഇതെങ്ങനെ ഓടിക്കുന്നതെന്നൊക്കെ ഉള്ളതൊന്ന് നോക്കാം. ഇങ്ങനെ ചവിട്ടി കയറുന്ന സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലേ? സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചവിട്ടുമ്പോഴാണ് കാല് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാല് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം, കൈ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് അതിന്റെ ഹാൻഡ് ബ്രേക്ക്. ഇത് ഹൈഡ്രോളിക് ആണ്. ഇത് ഇട്ടാലേ വണ്ടി വർക്ക് ആവുള്ളൂ. ഓ ശരി. അല്ലാതെ ഇതിപ്പോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വലിച്ചു പൊക്കിയാലും ഓഫായി വണ്ടി ഓഫ് ആവില്ല. വണ്ടി ഹൈഡ്രോളിക് വണ്ടി എല്ലാം അങ്ങ് ഓഫ് ആവല്ലേ? പിന്നെ എഞ്ചിൻ ഓഫ് ആവത്തില്ലല്ലോ, വണ്ടി സ്റ്റാർട്ടിങ് മാത്രം നിൽക്കും. ഇപ്പൊ കീ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതല്ലേ സ്റ്റാർട്ട്. RPM ഇത് RPM അത് നമുക്ക് പവറിനനുസരിച്ച് 1800 ആണ് നമ്മൾ ഇത് വെച്ച് ഓടിക്കുന്നത്. 1800. ഓ, എത്ര മാക്സിമം എത്ര വരെ പോകും? മാക്സിമം 2500 അടുത്ത് പോകും. 640 വരെ. അതിനനുസരിച്ച് എണ്ണ കത്തൂല്ലേ? എണ്ണ കത്തുന്നതല്ല, വണ്ടി നല്ല സ്പീഡാണ്. ഓ, പറന്ന് നിൽക്കും. നല്ല സ്പീഡാണ് വണ്ടി. സൂയിങ് എല്ലാം ഭയങ്കര സ്പീഡായിട്ട് നിൽക്കും. ഇത് പൊക്കാനും താക്കാനും. ഇത് ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ഇത് മുമ്പോട്ട് തള്ളാനും ലോഡ് എടുക്കാനുള്ള. ഓ ശരി. അത് നേരെ താഴോട്ട് കുത്തുക. പിന്നെ അത് ബ്ലേഡിന്റെ ഡോസറിന്റെ ഈ ഫ്രണ്ടിലത്തെ ഫ്രണ്ട് ഡോസറിന്റെ പൊക്കണമെങ്കിൽ ഈ സ്വിച്ച് എന്താണ്? സ്വിച്ച് നമ്മള് ഈ റണ്ണിങ് നമ്മളിപ്പോ സാധാ നോർമൽ സ്പീഡിലാണ് ആമേ മോയിൽ എന്ന് പറയും. സാധാ നോർമൽ സ്പീഡും ഉണ്ട്, സ്പീഡ് ട്രാക്കും ഉണ്ട്. അപ്പോഴ് അതിനുള്ള ഇതാണ് സ്വിച്ച്. ഈ സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു ഇതായി പിന്നെ സ്ലോയിലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ സ്പീഡിന് പോകും. ആമ സ്പീഡിന് പോകും. അങ്ങനെയല്ലേ മുയൽ സ്പീഡിൽ പോകുന്നുള്ള അങ്ങനെ ഇതാണ്. ഓക്കെ. പിന്നെ AC-യുടെ ഓണാക്കുന്നെങ്കിലൊക്കെ ഓണാക്കുന്ന ഇത് നമ്മള് കാറിലൊക്കെ ഇടുന്ന കണക്ക് തന്നെ. ഓ, നല്ല തണുപ്പുണ്ടല്ലേ? നല്ലതാണ്, നല്ല കൂളിംഗ്. പിന്നെ ഇത് അതിന്റെ സ്വിച്ച് ആണ്, AC-യുടെ തന്നെ സ്വിച്ച് ആണ്. മെയിൻ പവർ ഓണാക്കുന്നത്. മെയിൻ പവർ നമ്മളങ്ങനെ ഓഫ് ആക്കൂല. ഇത് എപ്പോഴും ഓഫ് ആയി കഴിഞ്ഞാൽ ഇതങ്ങ് കംപ്ലൈന്റ് ആയി. ഓ ശരി. അതായത് വണ്ടി ഓടുമ്പോഴെല്ലാം ഇത് നമ്മൾ ഓണാക്കിയാൽ മതി. ഫാൻ ഓണാക്കിയിട്ട് കാറിലൊക്കെ ഓണാക്കി ഓണാക്കിയാൽ മതി. പിന്നെ ഹീറ്റിന്റെ ഇതെല്ലാം ഉണ്ട്, ചൂടാക്കാൻ ഇതെല്ലാം ഉണ്ട്.
ചാർജിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇത് മറ്റേ ഇതിന്റെയാണ്, വൈപ്പർ. ഇതാണ് ഓക്കെ. ലൈറ്റ് ഒന്നും വരുന്നില്ലല്ലോ? ലൈറ്റ് ഉണ്ട്, ലൈറ്റ്. ഇതിപ്പോ ലൈറ്റ് കത്തി. ഓക്കെ, ലൈറ്റ് കത്തി. ഓ ശരി ശരി. ഒന്നുകൂടെ സ്വിച്ച് ഇതാക്കിയാൽ കത്തി. ഓക്കെ, നോക്കട്ടെ. ക്യാബിൻ ഈ സൈഡ് തുറന്നിട്ടേക്കാം ബ്രോ. ആ സൈഡിൽ നിന്ന് പറഞ്ഞു തന്നാൽ മതി. ഇത് ശാലം താത്തോ, അത് ശാലം താത്തോ, ഇത് ശാലം താരോ, ഇത് അല്ല താത്തോ. ഓക്കെ, താത്തു വെച്ചു, ശാലം കൂടെ താത്തു വെച്ചു. ഇത് മതി. എന്നിട്ട് ഈ ലിവർ ശാലം ടൈറ്റ് ചെയ്ത് കൊടുക്കണം താഴോട്ട്. ഏത് ലിവറാ? ഈ ലിവർ ഇങ്ങോട്ട് പിടിക്കും. ഓപ്പണായി. ഓപ്പണും ക്ലോസും. ഇത് മുകളിലോട്ട് പൊക്കാനും താക്കാനും. അതില് ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ഈ ബൂം മുമ്പോട്ട് പോകും, താഴോട്ട് വരും. അപ്പോഴേക്കും മുമ്പോട്ട് പോകുമ്പോ നമ്മള് ഇപ്പൊ അവിടെ വെച്ചേ ഇത് ശാലോടെ അത് ബേക്കിലോട്ട് വരും. അത് വലിക്കുന്നതിനോടൊപ്പം RPM പോയിക്കട്ടെ. ഈ കുത്തി വണ്ടി പൊങ്ങി കഴിഞ്ഞാൽ ഈ വൈബ്രേഷൻ വരും. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ കറക്റ്റ് RPM ആവാത്തോണ്ടാണ് ആ സൗണ്ട് എഞ്ചിൻ ഇടിക്കുന്ന പോലെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ വണ്ടി കുത്തി പൊങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചരിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ കറക്റ്റ് നിർത്തിയ പിന്നെ ചെയ്യാവൂ. വണ്ടി തറയായിട്ട് ടച്ച് ചെയ്ത് വണ്ടി വർക്ക് ചെയ്യുക. മൊത്തത്തിൽ എപ്പോഴും പ്ലേസ് ആയിട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ വണ്ടി നമുക്ക് കൺഫർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മളിത് ചെയ്യരുത്, റിസ്ക് ഉണ്ടല്ലേ. അതങ്ങനെയുണ്ട്. അപ്പോഴേ ഇത് ഓപ്പണായി. ഇത് നേരെ താത്ത് വയ്ക്കും. താത്ത് വെച്ച് അത് ചെറുതായിട്ട് പിടിക്കുക, ചെറുതായിട്ട്. എന്നിട്ട് വലിച്ചോ, ശാലോടെ വലിച്ചോ. ഇത് ചെറുതായിട്ട് മടക്കി കൊടുക്കും. ഇട്. എന്നിട്ട് ശകലം കൂടെ അത് മുമ്പോട്ട് തള്ളണം. മുമ്പോട്ട് തള്ളണം. ഇത്തുകൂടെ വേണേ അങ്ങോട്ട് ഇതാക്കിയാൽ മടക്കിയിട്ട് അങ്ങോട്ട്. ഇത് തട്ടത്തില്ലല്ലോ ഇങ്ങോട്ട്. ഇല്ല, അങ്ങോട്ട് ഇട്ടാ ഇങ്ങോട്ട് ഇട്ടാലും മതി. മറ്റല്ലേ വീഴണ്ട. ഇവിടെ ഇട്ടാൽ അതിൽ അങ്ങോട്ട് ഇട്ടാലും മതി. അവിടെ ഇട്ടോ. ഓക്കെ. ഈ കൈ ഇത് എടുത്തിട്ടേ വലിക്കാവൂ. ഇല്ല, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പിടിച്ചോ. ഓക്കെ. ബക്കറ്റങ്ങ് മടക്ക്. ഈ കൈ പൊക്ക് മുകളിലോട്ട്. ഇത്തൂടെ പോട്ട്. അത് ഇത്തുകൂടെ മുമ്പോട്ട് തള്ളിയിട്ട് വാങ്ങിട്ടാൽ ക്ലോസ്. അതേപോലെ ഇനി വരട്ടെ. അവിടെ വെച്ചോ. അതൊക്കെ വലിച്ചോ. ഇത്ര വേണ്ട. അപ്പോഴേ അങ്ങ് മടക്കല്ലേ. തിരിച്ച് വലിച്ചു കൊടുത്തിട്ട് നടക്കണല്ലേ. ഈ ക്യാബിൻ പൊങ്ങുമ്പോ നമുക്ക് പേടിയാവും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാന്നുള്ള.
കുറവായിട്ടാണ് നീങ്ങാത്ത. RPM കുറവാണ്. മടക്കി കളയല്ലേ, അപ്പോഴേ ഇങ്ങോട്ട് വലിക്കും തോറും മടക്കല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കും. അപ്പോഴേ കറക്റ്റ് ഷേപ്പ് കിട്ടും. നമ്മൾ ഇങ്ങനെ പിടി അങ്ങനെ കറക്റ്റ് ആയി. അത് തന്നെ ഇങ്ങനെ പുറയിലോട്ട് വലിച്ച് അങ്ങനെ നിർത്തിയിട്ട് മതി ഇതെടുത്താൽ മതി. ഓക്കെ. വർക്ക് ചെയ്താൽ മതിയല്ലോ. ഓപ്പറേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അപ്പോഴേ കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ഇതാവും. ഒരു 5-6 സെക്കൻഡ് കഴിയുമ്പോൾ